ഇപ്പോൾ നമ്മൾ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. പ്രതികരിക്കുന്ന മറ്റാരുമല്ല, ജി സുധാകരനാണ്, മുൻ മന്ത്രി. 2026 ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ പറയുന്നത്. അല്ലാതെ അധികാരത്തിൽ വരുമെന്ന് ചുമ്മാ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെന്നും ജി സുധാകരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യതയെ പറ്റിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വീണ്ടും അധികാരത്തിൽ വരാനുള്ള പരിശ്രമമാണല്ലോ നടത്തുക. അധികാരത്തിൽ വരുമെന്ന് നാം പ്രഖ്യാപിച്ചാൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ പ്രവർത്തനം വിജയിച്ചാൽ അധികാരത്തിൽ വരും. അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ശതമാനം എന്തായാലും കൂടും. അത് ഈ ഗവൺമെൻറ് പ്രവർത്തനപരമായിട്ട് കുറേ കൂടെ കൂട്ടി നല്ലപോലെ ആത്മാർത്ഥത്തോടെ എല്ലാവരും പരിശ്രമിച്ച് ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നാണ് ഞാൻ കാണുന്നത്. ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതൊന്നും ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ചർച്ചാ വിഷയമല്ല. ജനങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയിൽ ഇന്നാര് മുഖ്യമന്ത്രി ആവണമെന്നിപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയിച്ച സമയത്തും ജയിച്ചു കഴിഞ്ഞുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങൾക്കതിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം അവർ മനസ്സിൽ രൂപീകരിക്കും. ഭൂരിപക്ഷം കിട്ടി, LDFന് വീണ്ടും 3 ഭൂരിപക്ഷം കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കും, അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ പിണറായി വിജയൻ ജയിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി ആവണമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും തീരുമാനിച്ചാൽ ഞാൻ തന്നെ സ്വാഗതം ചെയ്യും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തുടർഭരണത്തിൽ മാത്രമല്ല, മന്ത്രി സജി ചെറിയാനെ വിമർശിക്കാനും ജി സുധാകരൻ മടിച്ചിട്ടില്ല. മർക്കട മുഷ്ടിക്ക് അഭിവാദ്യങ്ങൾ എന്ന SFI കേന്ദ്ര കമ്മിറ്റി അംഗം AA അക്ഷയ് സജി ചെറിയാന്റെ കാലഘട്ടം സുവർണ കാലഘട്ടം എന്ന പോസ്റ്റിട്ടത് പിൻവലിച്ച് മാപ്പ് പറയാൻ മന്ത്രി തയ്യാറായില്ല എന്നതുയർത്തിയായിരുന്നു വിമർശനം. മർക്കട മുഷ്ടിക്ക് അഭിവാദ്യങ്ങൾ എന്ന അക്ഷയുടെ പോസ്റ്റ് വിവാദമായിരുന്നു. ഈ SFI സ്റ്റേറ്റ് പ്രസിഡന്റായ ശിവപ്രസാദ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് അക്ഷയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നത്. അന്ന് അത് വലിയ വിവാദമൊക്കെ ആയതാണ്. അപ്പോൾ ഈ തെറ്റായ ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിനെ പറ്റിയാണ് കലാകൗമുദിയിലെ കവിതയെന്നും ജി സുധാകരൻ വ്യക്തമാക്കിയ ആ വാക്കുകൾ കൂടി കേൾക്കാം. അങ്ങനെയൊന്നുമുള്ള യാതൊരു പോസ്റ്റുകൾ ഇടാൻ പാടില്ല എന്ന് പാർട്ടി തീരുമാനമുള്ളതാണ്. ഡബിൾ മീനിങ് ഉള്ള ഒന്നും ഇട്ടുകൂടാ. ഡബിൾ മീനിങ് അതിലുണ്ടായാൽ അതൊരു ബൂർഷ രീതിയാണ്. ആ കൊച്ചനത് ചെയ്തു. 19 വർഷം പാർട്ടി പ്രവർത്തിച്ച സഭയുടെ ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ പറ്റി ആണെന്ന് പത്രങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തെ പറ്റി അല്ല എന്ന് അയാൾ പറഞ്ഞില്ല. അതേ ആൾ തന്നെ അത് കഴിഞ്ഞൊരു പോസ്റ്റ് ഇട്ടല്ലോ. സജി ചെറിയാൻ്റെ കാലഘട്ടം ആലപ്പുഴയുടെ സുവർണ്ണ കാലമാണ്. അത് പിൻവലിച്ച് മാപ്പ് പറയാൻ പറഞ്ഞല്ലോ. അത് ആദ്യം പറയണത് സജി ചെറിയാനല്ലേ. എന്നെപ്പറ്റി അങ്ങനെ പറയരുത്. എൻ്റെ സീനിയേഴ്സ് ഇവിടെയുണ്ട്. ഇങ്ങനെ തുടർച്ചയാണ്. ഒരാളുടെ കാലഘട്ടം സുവർണവും ഒരാളുടെ കാലഘട്ടം കരിക്കട്ടയൊന്നും അല്ലത്. നമ്മുടെ ഒരു തുടർച്ചയാണ്. ആ കമ്മ്യൂണിസ്റ്റ് ബോധം യുവാക്കളിൽ ഇൻവോക്ക് ചെയ്യാനുള്ള ലീഡർഷിപ്പാണ് വേണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സുവർണ്ണ കാലഘട്ടമാണ്. ഇതേ ആൾ തന്നെ പറയുകയാണ്. അതേസമയം ഈ ആൾ തന്നെ മർക്കട മുഷ്ടിയെ പറ്റിയും പറയുന്നു. അപ്പോൾ എന്താ ഇത് തമ്മിലുള്ള ബന്ധം? അതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ പ്രസ്ഥാനത്തിനകത്തേക്ക് തെറ്റുകൾ കാണിക്കുന്നവർ കടന്നുകൂടുന്നുണ്ട്. അവരുടെ പല പ്രസ്താവനകളിൽ രക്തസാക്ഷി കുടുംബത്തിന് വരെ വേദന ഉണ്ടാവുന്നു. എന്നിട്ട് ഞാൻ പൊതുവായ ഒരു ലോകവീക്ഷണം വെച്ച എഴുതിയേക്കുന്നത്. കവിത വായിച്ചതോ താങ്കളുടെ സൗകര്യമായിട്ട് വായിച്ചോളൂ. അപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് വളരെ ഗുണകരമായൊരു കവിതയാണ്. SFIക്കെതിരായ കവിതയല്ല. SFI എന്ത് കുറ്റം ചെയ്തു? ഓക്കെ, അപ്പോൾ ജി സുധാകരൻ പറഞ്ഞ വാക്കുകളിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ദേവൻ MP ആണ്. ദേവൻ, കഴിഞ്ഞ കുറച്ച് നാളുകളായി സുധാകരൻ അസ്വസ്ഥനാണ്. പല വിഷയങ്ങളിലും തൻ്റേതായ നിലപാടുകൾ വെളിവോടെ തന്നെ പറയാൻ സുധാകരൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാർട്ടി ഒന്നടങ്കം തുടർഭരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നയരേഖ അവതരണം, സംഘടനാ റിപ്പോർട്ടിലൊക്കെ ചർച്ചകൾ നടക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് തുടർഭരണം എന്ന് പറഞ്ഞാൽ പോരാ, കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ള പരാമർശം സുധാകരന്റെ ഭാഗത്തുനിന്ന് വരുന്നു. മറ്റൊന്ന്, SFIക്കെതിരായ പരാമർശങ്ങളാണ്. യുവതയിലെ കുന്തവും കുടച്ചക്രവും ഒക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. അതിനിടയ്ക്ക് വീണ്ടും ഈ SFIക്കെതിരായ വിമർശനം. ഒപ്പം സജി ചെറിയാനെതിരെ നേരത്തെയും വിമർശനങ്ങൾ പല ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആളാണ് ജി സുധാകരൻ. അപ്പോൾ സുധാകരന്റെ ഈ സന്ദർഭത്തിലുള്ള ഈ വാക്കുകളെ, ഈ വിമർശനങ്ങളെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ദേവൻ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിലെത്താനായുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങൾ തുടർന്നവയാണ് ഈ ജി സുധാകരന്റെ ഇപ്പോഴൊരു പരാമർശം വന്നിരിക്കുന്നത്. അധികാര തുടർച്ച ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ ഈ 2026 വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജി സുധാകരൻ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലടക്കം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDF-ന് ശക്തമായ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ശതമാനം വോട്ട് BJP-യിലേക്ക് പോയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അസംബ്ലി ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ ഈ വോട്ട് ചോർച്ച പരിഹരിക്കപ്പെടും. സ്വാഭാവികമായും പാർലമെന്റ് ഇലക്ഷനിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ടിംഗ് ശതമാനം കുറയാറുണ്ട്. എന്നാൽ അസംബ്ലി ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും തിരിച്ചു കയറാറുണ്ട്. അങ്ങനെ തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി സർക്കാർ ശ്രമിക്കണമെന്നാണ് ജി സുധാകരൻ പറയുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തുടർഭരണം ലഭ്യമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 2006-11 ഒന്നാം പിണറായി സർക്കാരിൽ 2011-16 സർക്കാരിൽ ഈ പറയുന്നത് പോലെയുള്ള വിവിധ വകുപ്പുകളുടെ PWD-യിലും എക്സൈസിന്റെയും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പുകളുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു ഒരു തുടർഭരണം LDF-ന് സാധ്യമായത്. ഇപ്പോഴും ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി